തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ. ഈ ജീവിതം എന്തിനു നാഥ. ഞാൻ ഇപ്പോൾ ക്രിസ്ത ശിഷ്യ ആശ്രമ തടാകത്തിൽ താമസിച്ച് പ്രവർത്തിക്കുന്നു. 1936 ഐറിഷുകാരനായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ ബിഷപ്പ് ഡോക്ടർ പക്കൻഹ വാൽഷും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെ ക്ലാര പക്കൻഹ വാൽഷും ചേർന്ന് കോയമ്പത്തൂരിലെ തടാകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിക്കുകയും ആ ആശ്രമം വിവാഹിതരായ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും കൂടെയുള്ള ഒരു ആശ്രമമായിരുന്നു. അദ്ദേഹം വിവാഹിതനായിരുന്നു. അങ്ങനെ വിവാഹിതരായവർക്കും ആശ്രമത്തിൽ പ്രവർത്തിക്കാം എന്ന് കാണിച്ചു കൊടുക്കുവാനും ഒപ്പം പാവങ്ങളെ സംരക്ഷിക്കുന്ന പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാപരിശുദ്ധനായ ഒരു വ്യക്തി എന്ന് പറയുന്നതിനപ്പുറം ഒരു ബിഷപ്പായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ സഭയുടെ ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ വളരെ ലാളിത്യവും അതുപോലെ തന്നെ വളരെ വിനയവും ക്ഷമയും പ്രാർത്ഥനയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതിന് ഉത്തമ മാതൃകകളാണ് തടാകം ആശ്രമത്തിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. കാരണം ആ പ്രദേശത്തുള്ള പാവപ്പെട്ടവരെ പോയി കണ്ട് അവരെ കാണുകയും രോഗികളായിരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് തടാകം ആശ്രമത്തിലാണ്. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു: എന്നെ സാധാരണക്കാരനെ പോലെ ഒരു പായ്ക്കകത്ത്, ഞാൻ മരിക്കുമ്പോൾ ഒരു പായ്ക്കകത്ത് എന്നെ ചുരുട്ടി കിടത്തി അടക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ പ്രകാരമാണ് ആശ്രമത്തിൽ അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. സാധാരണ ബിഷപ്പുമാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരുത്തിയാണ് അടക്കാറുള്ളത്. അദ്ദേഹത്തെ സാധാരണക്കാരനെ പോലെ കിടത്തിയാണ് അടക്കിയിരിക്കുന്നത്. ആ പരിശുദ്ധ പുണ്യഭൂമി എന്ന് പറയാം. അനേകായിരങ്ങൾ വന്ന് അവിടെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു പോരുന്നു. എനിക്കും അവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാന് ഒരു അവസരം തന്നു. ഞാനും വിവാഹിതനായ ഒരു വൈദികനാണ്. ഞാനും മനസ്സിലാക്കുന്ന ഒരു വിവാഹിതനായ ഒരു വൈദികൻ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു ആശ്രമത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയത് ആദ്യം തന്നെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ കാര്യം ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ചെറുപ്പകാലം എടേരിക്കപ്പുഴ, മണിമലയ്ക്കടുത്തുള്ള എടേരിക്കപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് കടേനിക്കാട്, കോട്ടയം ജില്ലയിലെ
ആ കടേനിക്കാട് സ്കൂളിലാണ് 1 മുതൽ 4 വരെ ഞാൻ പഠിച്ചത്. അതിനുശേഷം സാധാരണ ആ സ്കൂളിൽ നിന്ന് പഠിച്ച് ജയിക്കുന്നവരെ സാധാരണ അവിടുത്തെ ടീച്ചർമാർ തന്നെ പറയും, നെടുങ്കുന്നം സെൻറ് ജോൺസിൽ പോയി പഠിക്കണം എന്ന് പറയും. അപ്പം അതനുസരിച്ച് ഞാൻ നെടുങ്കുന്നം സെൻറ് ജോൺസിൽ പോകാനായിട്ട് താല്പര്യപ്പെട്ടു. എൻ്റെ മാതാപിതാക്കളും അതിനുവേണ്ടി ഒരുങ്ങി. അവരുടെ ആണല്ലോ ഏറ്റവും വലിയ ശ്രമം എന്ന് പറയുന്നത്. മക്കൾ ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളൊന്നും 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് തീരുമാനങ്ങളില്ല. മാതാപിതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് ഞാൻ നെടുങ്കുന്നം സെൻറ് ജോൺസിൽ പഠിക്കാനായിട്ട് പോവുകയുണ്ടായി. അവിടെ വലിയ അനുഭവമായിരുന്നു. നെടുങ്കുന്നം സെൻറ് ജോൺസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ എനിക്ക് തോന്നുന്നു 100% SLCക്ക് വിജയം ലഭിക്കുന്ന സ്കൂളായിരുന്നു സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂൾ നെടുങ്കുന്നം. ഏത് വർഷമാണെന്ന് അച്ഛൻ ഓർമ്മയുണ്ട്? ഞാൻ 1985 കാലഘട്ടത്തിലാണ് സെൻറ് ജോൺസിൽ 5-ാം ക്ലാസ്സിലേക്ക് ഞാൻ സെൻറ് ജോൺസിൽ ചെന്ന് പഠിക്കാൻ ആരംഭിച്ചു. 10 വയസ്സേ ഉള്ളൂ. അന്ന് ഇതുപോലെയല്ല, 10 വയസ്സുള്ള തന്നെ അവിടുന്ന് 2-3 കിലോമീറ്റർ നടന്നു വന്ന് എടേരിക്കപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നടന്ന് ബസ്സിൽ കയറി നെടുങ്കുന്നത്ത് പോയി ഇറങ്ങി. അങ്ങനെയാണ് പള്ളിപ്പടിയിൽ ഇറങ്ങും. അങ്ങനെയാണ് സെൻറ് ജോൺസിൽ പഠിച്ചത്. ആ കാലത്ത് ഏതെങ്കിലും അധ്യാപകരെയോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. അന്നത്തെ HM ആയിരുന്ന മാത്യു സാറ് വളരെ സ്ട്രിക്റ്റും വളരെ നല്ല ഒരു രീതിയിൽ. അവാർഡ് കിട്ടിയ സാറാണ്. അവാർഡ് കിട്ടിയത് എനിക്കൊരു സംശയമുണ്ട്. ആ സാറിനാണെന്ന് തോന്നുന്നു. സാറ് HM ആയിട്ടിരുന്ന സമയത്ത് 100% വിജയമാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ബയോളജി പഠിപ്പിച്ച ഒരു ഫിലിപ്പ് സാറിനെ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പല സാറുമാരും വളരെ നല്ല OM മാത്യു സാറ്, അതുപോലെ തന്നെ വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ പരിശീലനം ലഭിക്കുവാനായിട്ട് ഇടയായി. അതിനപ്പുറമായിട്ട് അവിടെ ഒരു ചർച്ച ഉണ്ടല്ലോ, സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച്. അവിടെ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ പോയി പ്രാർത്ഥിക്കാനും ഒരു മനോഹരമായിട്ടുള്ള ഒരു ചർച്ചാണ്. അതിനുള്ളിൽ കയറിയാൽ റോഡ് ക്രോസ് ചെയ്ത് അല്പം മുകളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയാണ്. നമുക്ക് എപ്പോഴെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ അതിൻ്റെ ആ പള്ളിക്കുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പഴയ കല്ലുകളൊക്കെ കൊണ്ട് പഴയ രീതിയിൽ നിർമ്മിച്ച ആ ചർച്ച് വളരെ മനോഹരമാണ്. വലിയ പള്ളി. പ്രദേശത്ത് ആദ്യം പണിത പള്ളികളിലൊന്നാണ്. ആയിരിക്കാം. ഇപ്പൊ ഒരു കാര്യം ഞാൻ അച്ഛനോട് ചോദിച്ചാൽ, അച്ഛൻ ഓർത്തഡോക്സ് സഭ വിശ്വാസിയല്ല? അതെ. ഈ നെടുങ്കുന്നം സെന്റ് ജോൺസിൽ വന്ന് പഠിച്ച സമയത്ത് അച്ഛന് എന്തെങ്കിലും നന്നായിട്ടോ നെഗറ്റീവായിട്ടോ എന്തെങ്കിലും അനുഭവം ആ കാലത്ത് ഉണ്ടായതായിട്ട് ഓർമ്മയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് ഒരു അനുഭവം ഇല്ല. അങ്ങനെ നെഗറ്റീവ് അനുഭവങ്ങളല്ല. നമുക്ക് കാത്തലിക്സ് ആൾക്കാരായിരുന്നു കൂടുതലെങ്കിലും ഞങ്ങൾ വളരെ കുറച്ചു പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാലും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരനുഭവങ്ങളും ഒന്നുമില്ല. വേർതിരിച്ച് ഒരിക്കലും നിർത്തിയിട്ടില്ല. പക്ഷേ നമുക്കിവിടെ സന്തോഷമായിരുന്നു. കാരണം അവിടെ സാധാരണ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഒരു 12:30 ആകുമ്പോഴേക്കിനും പള്ളിയിലേക്ക് പോകും. ആ സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയും പിന്നെ കളിക്കുകയൊക്കെ. ആ സമയത്ത് കൂടുതൽ കളിക്കുന്ന അവസരങ്ങളാണല്ലോ. ഈ ബസ്സിനല്ലേ സാറ് വന്നോണ്ടിരുന്നത്? ബസ്സിനാണ്. അതെ. ബസ് കിട്ടാൻ സമയക്രമോ അതിന് സാധാരണ നമുക്ക് ആ സമയത്ത് ടൈം അനുസരിച്ചിട്ടാണ് ബസ്. രാവിലെ 8:45 ഒരു ബസ്സുണ്ട്. കാവുനട എന്ന് പറയുന്ന നെടുങ്കുന്നം കാവുനട എന്ന് പറഞ്ഞ സ്ഥലം വരെ ഉള്ളൂ ആ ബസ്. ആ ബസ് കാവുനടയല്ല, കാവുനടയെന്ന് തിരിഞ്ഞ് കങ്ങഴയ്ക്ക് ചെറിയൊരു വഴിയുണ്ട്. അതിലെ തിരിഞ്ഞ് കങ്ങഴ ചെന്നിട്ട് അങ്ങനെ കോട്ടയത്തിന് പോകുന്ന വണ്ടിയാണ്. അപ്പൊ ആ ബസ് ഞങ്ങൾ ചിലപ്പോഴേ നോക്കത്തുള്ളൂ. ആ ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് കിട്ടുന്നതിന് പോയാൽ കൃത്യസമയത്ത് സ്കൂളിൽ ചെല്ലാമെന്നുള്ളതാണ്. അങ്ങനെ ബസ്സിന്റെ നോക്കിയിട്ടാണ് ഞങ്ങൾ അന്ന് സമയം ക്രമീകരിച്ചു. ഓരോ ബസ് വരുന്ന ഇത്ര ടൈമിലാണ്. 9:15 ഒരു ബസ്, 8:45 ഒരു ബസ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകാറുണ്ട്. ബസ് മിസ്സായി കഴിഞ്ഞാൽ നടന്ന് സ്കൂളിൽ വരേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ബസ് മിസ്സായി കഴിഞ്ഞാൽ നടന്ന് സ്കൂളിൽ പോകാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ അടുത്തുണ്ട്. പക്ഷേ പല സമയങ്ങളിൽ തിരിച്ചു വന്നിട്ടുണ്ട് നടന്ന്. ഈ ഇന്ദിരാഗാന്ധി മരിച്ച ആ സമയത്തൊക്കെ ആണെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ നടന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നടന്നു പോയിട്ടില്ല. അങ്ങനെ 5 വർഷം ആ സ്കൂളിൽ പഠിച്ചു. 5 വർഷം ആ സ്കൂളിൽ പഠിച്ചു. 10ാം ക്ലാസ്
ഒക്കെ നല്ല തോന്നിയിരുന്നോ ആ സമയത്ത്? എന്തോ 10ാം ക്ലാസ് ടഫായിട്ടോ അങ്ങനെ അല്ല അങ്ങനെയൊന്നും ആ സമയത്ത് സബ്ജക്റ്റില് മുന്നോട്ടോ പുറകോട്ടൊന്നോ ആ സമയത്തൊക്കെ ഇംഗ്ലീഷൊക്കെയാണ് ഇച്ചിരി പ്രയാസമായിട്ടൊക്കെ തോന്നിയിരുന്നത്. എല്ലാരും നമ്മളെല്ലാം ആവറേജ് സ്റ്റുഡൻസ് ആണ്. അതെ 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 അതെ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ഫ്യൂച്ചർ അച്ഛൻ? അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മാച്ചന്മാരൊക്കെ അമേരിക്കയിലുണ്ട്. അവര് പറഞ്ഞിട്ടായിരിക്കാം ഞങ്ങളുടെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു മെഡിക്കൽ ഫീൽഡ് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നെ അന്നത്തെ ഇത് കഴിഞ്ഞ് മദ്രാസ് HSC പിന്നെ +2 എടുക്കാം അതിന് ഞാൻ പോയി ചേർന്നു. അല്ല ഇവിടുന്ന് കറസ്പോണ്ടൻസ് ആയിട്ട് മദ്രാസ് HSC ഹയർ സെക്കൻഡറി കോഴ്സ് അന്ന് +2 തത്തുല്യമായിട്ടുള്ള അത് പഠിച്ചു. അതിനുശേഷം ഞാന് പിന്നെ ഇല്ല കോളേജിൽ പോയില്ല, നേരെ പഠിക്കുകയായിരുന്നു, വീട്ടിലിരുന്നുള്ള പഠനമായിരുന്നു. അതിനുശേഷം ഞാന് പിന്നെ മേരി ക്യൂൻസ് എന്ന് പറഞ്ഞ തിരുവല്ലായിലുള്ള എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്ന. അപ്പം കൂടുതൽ പഠിച്ചിട്ട് വലിയ കഥയില്ല, അതുകൊണ്ട് ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡ് എത്രയും പെട്ടെന്ന് പഠിച്ചോ. പിന്നെ അമേരിക്കയിലുള്ളവർ പറഞ്ഞു മെഡിക്കൽ ഫീൽഡ് പഠിച്ചാൽ മുമ്പോട്ട് ഇങ്ങോട്ടൊക്കെ വരാം എന്നൊക്കെ പറയുണ്ടായി. അത് തന്നെയല്ല, പക്ഷെ നമ്മൾ അന്ന് കുറച്ചുകൂടെ ജോലി കിട്ടാൻ ഉള്ള ഒരു സാധ്യതയെന്ന് കരുതിയാണ് എക്സ്റേ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു. 1.5 വർഷത്തെ കോഴ്സായിരുന്നു. വർക്ക് ചെയ്തോ? പിന്നെ വർക്ക് ചെയ്തു. ആദ്യം ഞാൻ ട്രെയിനിങ്ങിനായിട്ട് കോയമ്പത്തൂര് പൈനിയർ ലാബ് എന്ന് പറഞ്ഞ ഒരു ലാബില്, അന്നത്തെ മികച്ച ലാബാണ്, ഏറ്റവും നല്ല ബ്ലഡ് റിപ്പോർട്ടും പൈനിയർ ലാബ് RS പുരത്താണ് കോയമ്പത്തൂര്. അന്ന് ഒരു ശ്രീധറും ഒരു ഫറൂഖ് എന്ന് പറഞ്ഞ 2 പേര് കൂടി നടത്തുന്നതാണ്. ഒരു ഡോക്ടറുടെ സ്ഥാപനമാണ്, ഇവരാണ് അതിന്റെ ഇൻചാർജ് ആയിട്ട് നടത്തുന്നത്. അവിടെ ഞാൻ ചില ടെസ്റ്റുകൾക്ക് മാത്രം, ബാക്കിയുള്ള ടെസ്റ്റ് അവിടെ എല്ലാം മൈക്രോബയോളജി ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച തരത്തിലുള്ള ലാബായിരുന്നു അന്ന് അവിടുത്തെ ഒരു ഉന്നത നിലവാരം പുലർത്തും. എങ്ങനെ? അതെ അതെ അതെ, ബസ്സിന് ചങ്ങനാശ്ശേരി വന്നിട്ട് KSRTCക്ക് കയറി തിരുവല്ലയിൽ ഇറങ്ങി അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു പോകണം. പരമലയ്ക്കുള്ള റോഡിൽ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ വലത്ത് സൈഡിലാണ് മേരി ക്യൂൻസ്. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ബാബു ജീസസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ പഠിച്ചു. ECG ടെക്നീഷ്യൻ കോഴ്സും പഠിച്ചു. അതിനുശേഷം ഞാൻ ഈ കോയമ്പത്തൂര് പോയി അവിടെ ഇതിന്റെ ട്രെയിനിങ് ഒക്കെ എടുത്തു. പിന്നീട് ഞാൻ ഏറ്റവും വലിയ അവിടുത്തെ തന്നെ കോയമ്പത്തൂർ ഏറ്റവും വലിയ മെഡിക്കൽ സെന്ററായ KMCH എന്ന് പറയും, കോവ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, അവിടെ ഭയങ്കര നല്ല ചികിത്സയും നല്ല രീതിയാണ്. ഞാൻ അന്ന് ചെല്ലുമ്പോൾ 350 ബെഡേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം 3500 ബെഡിൽ മേളിലുണ്ടാവും. പിന്നെ ഞാൻ എല്ലാവരുമായിട്ട് അന്നും എല്ലാവരുമായിട്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു മലയാളിയും കൂടെ ആയിരുന്നുകൊണ്ട് അന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങളുടെ ചെയർമാൻ നല്ല പളനിസ്വാമി എന്ന് പറയും, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കോയമ്പത്തൂർ പോയപ്പം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് അവിടെ പ്രോഗ്രാമുകൾ നടത്തും. അപ്പം ഞാനും എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കുകയും അതുകൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുമായിട്ടും ഏതാണ്ട് അന്ന് 300-400 സ്റ്റാഫുണ്ട്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു, നല്ല ബന്ധം പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് പിന്നെ ഞങ്ങളുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഇൻചാർജായ മാത്യു ചെറിയാൻ, അത് വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ അതിബുദ്ധിമാനായ ഡോക്ടറാണ്. കാരണം ബുദ്ധിമാനെന്ന് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവരുടെ രോഗം കണ്ടുപിടിക്കാനും അത് മൈലൂട്ടായിട്ടുള്ള രോഗം വരെ അദ്ദേഹം സ്കാനിങ്ങിലൂടെ പിന്നെ CT സ്കാനിലൂടെ കണ്ടുപിടിക്കുകയും അൾട്രാസൗണ്ട് സ്കാനും എല്ലാം അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ കാർഡിയോളജിയിലുള്ള ഒരു തോമസ് അലക്സാണ്ടർ, അദ്ദേഹവും ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് കോവ മെഡിക്കൽ സെന്ററിലുള്ള. ഇവരെല്ലാം ഞാൻ എന്തോ അതെ 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 എനിക്ക് തോന്നുന്നു അന്ന് ഏതാണ്ട് 5 മലയാളി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് കോവ മെഡിക്കലിന്റെ ഒരു ഉയർച്ചയുടെ. അതെ അതെ, ഇവരുമൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു.
അവരിപ്പോൾ ഇന്നും വിളിക്കാറുണ്ട്. അത് ശരി. അവരെ നല്ല രീതിയിലാണ് എന്നോട് ഇന്നും പെരുമാറുന്നത്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് അവരെ കാണാനായിട്ടൊക്കെ ഇടയായി. എന്നാൽ അവർ വളരെ ഉയർന്ന നിലവാരമുള്ള ഡോക്ടേഴ്സാണ്. എന്നാലും വളരെ എന്നോട് ഇപ്പോഴും കാണുമ്പോൾ വളരെ വളരെ സ്നേഹത്തോടെ പെരുമാറാനും അവർക്ക് ഞാനൊരു വലിയൊരു ഇതായിട്ട് തന്നെ കരുതുന്നു. അവർ ഇത്രയും വലിയ പ്രഗത്ഭരായ ഡോക്ടറായിരുന്നാലും സാധാരണക്കാരെ പോലെ കാണാനും സംസാരിക്കാനും ഒക്കെ അവർക്ക് വലിയ വലിയ കഴിവും അതൊക്കെ ഒരു സന്തോഷം നിറഞ്ഞവര്. ഞാനൊരു കാര്യം ചോദിച്ചാലേ, അച്ഛൻ നമ്മളൊക്കെ വളരെ ഇതായിട്ട് ഹൈ ആയിട്ട് തിങ്ക് ചെയ്യുകയും സ്വപ്നം കാണുകയും ചെയ്തവരാണ്. അച്ഛൻ ഈ എക്സ്റേ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും അച്ഛനൊരു ഒരു ഇതല്ലായിരുന്നു എൻ്റെ ഏരിയ, അല്ലെ ഞാൻ വേറൊരു രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, അല്ലെ കൂടെ ഉള്ളവരെ വേറൊരു ലെവലിൽ എത്തുന്നല്ലോ, എന്തെങ്കിലും ഒരു പശ്ചാത്താപം അച്ഛൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഏത് രംഗത്ത് ചെന്നാലും അവിടെ നമ്മളെ കളിയുടെ കാര്യത്തിലാണെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിലും എവിടെ ചെന്നാലും നമ്മൾ ചെല്ലുന്ന മേഖലയെ നമ്മൾ അല്പം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയും അതിന്റെ കഴിവ് പുലർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുമുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ പിന്നെ വൈദികനാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പം ഇങ്ങനെ അവിടെ ഒത്തിരി നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പാലക്കാട് വന്ന് ഒരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടുത്തെ ആൾക്കാർ അവിടെ മെഡിക്കൽ ചെക്കപ്പിന് വരിക. അങ്ങനെ അതിന്റെ ഓണർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്, അന്ന് സാധാരണ അംബാസഡർ കാർ വലിയ കാര്യമാണ്. അന്ന് ഓണർ മാത്രമേ കയറത്തുള്ളൂ അംബാസഡർ കാറെ, PP മേനോൻ എന്ന് പറയും. അദ്ദേഹം ഞാൻ അവിടെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കാര്യം എക്സ്റേ എടുക്കാനായിട്ട് ഞാനാ എക്സ്റേ എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഓർത്ത് വല്ല മിനിസ്റ്റർ വല്ലതും ആയിരിക്കുമെന്ന് കരുതി വെള്ളയൊക്കെ ഇട്ട് അന്ന് അദ്ദേഹം കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട്, ജിജോ അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞു. പിന്നെ പല പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 പ്രാവശ്യം ആ കാർ എനിക്ക് വേണ്ടി അയച്ചു. ഒരിക്കൽ ഞാൻ ഗതി കെട്ടിട്ട് ആ കാറിൽ തിരിച്ച് പാലക്കാട്ടേക്ക് വരികയാണ്. പാലക്കാട്ടേക്ക് വന്ന അവസാനം അവിടുത്തെ ഇൻചാർജൊക്കെ പറഞ്ഞു, ഞാൻ 1 വർഷം കോയമ്പത്തൂരും പാലക്കാടുമായിട്ട് ജോലി ചെയ്തു. അങ്ങനെ പാർട്ട് ടൈമായിട്ട് 2 സ്റ്റേറ്റിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തു. അങ്ങനെ പിന്നീട് കോയമ്പത്തൂരുള്ളവർ അവിടുത്തെ ഈ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിന്റെ റേഡിയോളജിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജൊക്കെ പറഞ്ഞു, വേണമെങ്കിൽ അവിടെ തന്നെ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ഇവിടുത്തെ കോവേ മെഡിക്കലിനെ നിർത്തി പാലക്കാട് തന്നെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ ഒരു അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങാനൊരു പ്രചോദനം ഉണ്ടായി. കാരണം ഈ പാലക്കാട് മേഖലയിൽ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ആ ചെല്ലുന്ന സമയത്ത്. കോട്ടയം സൈഡിലുള്ളതിനേക്കാൾ തീർത്തും ഒത്തിരിയും പാവപ്പെട്ടവരാണ്. കാരണം അവര് നമ്മുടെ ജോലി ഇല്ലാത്തവരുണ്ട്, കൂടുതൽ പഠിത്തം ഇല്ലാത്തവരുണ്ട്, സമുദായത്തിൽ വ്യത്യാസമുള്ളവരുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയത്തൊക്കെ എല്ലാരെയും കോർത്തിണക്കി പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ അങ്ങനെയായി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ റൂം ഉണ്ടായിരുന്നു. അന്ന് സാധാരണ MBBS ഡോക്ടേഴ്സിന് മിനിമം 5500 രൂപയെ സാലറി ഉള്ളൂ. എന്നാൽ എനിക്ക് അതിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു. അപ്പൊ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. കാരണം അവിടുത്തെ പേഷ്യൻസ് വന്നാലൊക്കെ ഞാൻ ഫസ്റ്റ് മാനേജ് ചെയ്യുമായിരുന്നു. ഇവർക്ക് ചിലപ്പോൾ തമിഴും അറിയാമായിരുന്നു. അത് തന്നെയല്ല, ആൾക്കാരോട് ഇടപെടാൻ അവർക്ക് മനസ്സിലാവും, ഓണർമാർക്ക് മനസ്സിലാവും. അതുകൊണ്ടൊന്നുമല്ല അവിടെ റൂം തന്നത്. സാധാരണ ഡോക്ടർമാർക്കും എനിക്കും മാത്രമേ ഹോസ്പിറ്റലിൽ തന്നെ റൂം തന്നിട്ടുള്ളൂ. ഞാൻ പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ വേറെ വീടെടുത്ത് മാറി പോവുക പിന്നെ ചെയ്ത 2-3 വർഷം അവിടെ തന്നെ ആയിരുന്നു. 2-3 വർഷത്തോളം ഞാൻ അവിടെ. അപ്പൊ ആ സമയത്ത് പേഷ്യൻസ് വന്നാൽ പെട്ടെന്ന് ഞാൻ പേഷ്യൻസിനെ പോയി പെട്ടെന്ന് കാലോ ഒടിഞ്ഞോ എങ്ങനെയാലും വന്നു കഴിഞ്ഞാൽ അവരെ പോയി അതിന്റെ രീതിയിൽ പേഷ്യന്റിനെ എടുക്കേണ്ട രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് അറിയാമായിരുന്നു. അവിടെ കോവേ മെഡിക്കലിൽ വർക്ക് ചെയ്തതുകൊണ്ട് എങ്ങനെ സ്ട്രക്ചറയിൽ എടുക്കണം അതൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഒരു പേഷ്യന്റ് വന്നാൽ അവരെ കെയർ ചെയ്യാൻ അറിയാമായിരുന്നു. കാരണം എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ കാലോ കയ്യോ ഒടിഞ്ഞ പേഷ്യന്റ് ആണ്, അവർ അനങ്ങാതെ ഡാമേജ് വരാതെ വേണം എക്സ്റേ എടുക്കാൻ. അങ്ങനെ സത്യത്തില് ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതിയാവാം. പക്ഷെ അവിടെ അന്ന് ആ സമയത്ത് ഏതാണ്ട് ഒരു 40 ഡോക്ടേഴ്സേ ഉള്ളായിരുന്നു പാലക്കാട് ടൗണുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് 40-45 ഉള്ളു, ഇപ്പോഴും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ എക്സ്റേ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. എക്സ്റേ വളരെ ക്ലിയർ ആയിട്ട് എടുക്കണമെന്ന്. അത് എല്ലിൻ്റെയൊക്കെ എക്സ്റേ എടുക്കുമ്പോൾ കറക്റ്റ് AP ലാറ്ററലോ എന്ന് പറയാതെ കറക്റ്റ് സൈഡിലേക്ക് ചെരിച്ച് വെച്ചെടുത്ത് കറക്റ്റ് എടുത്താലേ അതിൻ്റെ രോഗികൾക്കുള്ള യഥാർത്ഥ നിർണയം. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ
ശരിയാക്കി. ചെസ്റ്റ് എക്സ്റേ. ആ ചെസ്റ്റ് എക്സ്റേ ന്യൂമോണിയ ഒക്കെ കുഞ്ഞുങ്ങളുടെ അന്ന് ഇത് നോക്കി മനസ്സിലാക്കുന്ന ചെസ്റ്റ് എക്സ്റേ കൂടെ. അപ്പൊ എൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള എക്സ്റേ ആയിരുന്നു. ഞാൻ ഒരു ഫിലിം പോയാലും വീണ്ടും ക്ലിയർ ആയിട്ട് എടുത്ത് ഞാൻ കൊടുക്കും. അപ്പം അതുകൊണ്ട് ആ പ്രദേശത്തുള്ള പാലക്കാട് പ്രദേശത്തുള്ള ഡോക്ടേഴ്സ് മൊത്തം എക്സ്റേക്ക് അവിടെ അയക്കുമായിരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റല് ഫേമസ് ആയി. ദേവപ്രഭ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് പിന്നെ അത് കൊടുത്ത് പിന്നെ വെൽകെയർ ഹോസ്പിറ്റലായി. ഇന്ന് വലിയൊരു ഹോസ്പിറ്റലായിട്ട് മാറി. അവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ പാവപ്പെട്ടവരുമായിട്ട് ചേർന്ന് അവിടെ ഒരു സൊസൈറ്റി ഒക്കെ ഉണ്ടാക്കി, ജീസസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞു. ആ സൊസൈറ്റിയുടെ പ്രധാന ഉദ്ദേശം ഏതാണ്ട് ഞങ്ങൾ 4-5 പേര് കൂടി തുടങ്ങിയതാണ്. പിന്നെ അത് അവിടെ ഒരു മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അതിൻ്റെ മീറ്റിംഗ് ഒക്കെ. 150 പേരൊക്കെ വന്നിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ. അങ്ങനെ ആ മീറ്റിംഗ് ഒക്കെ കൂടി ജീസസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റിക്ക് രൂപം കൊടുത്തു. അതിലൂടെ അനേകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കളക്ടറേറ്റില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2001 അത് രജിസ്റ്റർ ചെയ്തത്. ആ സൊസൈറ്റി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്തിരുന്ന വഴിയരി കിടക്കുന്ന ആൾക്കാരില്ലേ, അവരെ എടുത്ത് മുടിയൊക്കെ വളർത്തിയവരാണ്. മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് വിവിധ ആശ്രമങ്ങളിൽ എത്തിക്കുന്ന ഒരു പ്രധാന ജോലിയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ അനേകം പേരെ ഞാൻ അങ്ങനെ മനോരമയുടെ ഫ്രണ്ട് പേജിലൊക്കെ വന്നിട്ടുണ്ട്. മലയാളികളായിരുന്നു അതോ തമിഴ് അങ്ങനെ? ഇതൊക്കെ ഞാൻ ഒരാളെ എടുത്തത് അവിടെ കൽപ്പാത്തി അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാ. അവിടുന്ന് എനിക്ക് തോന്നുന്നത് രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ജെയിംസ് ഹാർപ്പുകര എന്ന് പറഞ്ഞ ആളാണ്. അന്ന് വന്നിരുന്നു. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് മനോരമയുടെ ചീഫ് ഫോട്ടോഗ്രാഫർ വന്നിരുന്നു അന്ന് പാലക്കാടിന്റെ. അപ്പൊ അന്ന് അദ്ദേഹം സംസാരിച്ചാണ്, ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം തുണിയൊന്നുമില്ല കിടക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അതെ അന്ന് ഞാൻ അദ്ദേഹത്തെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി. ഞാനും അവിടെ ഒരു രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, സ്നേഹയാനം എന്ന് പറഞ്ഞിട്ട്. രാധാകൃഷ്ണനോട് ചേർന്ന് പീച്ചിയില് ദിവ്യഹൃദയ ആശ്രമം എന്ന് പറയും, ആ ആശ്രമത്തിൽ അവിടെയാണ് ഞങ്ങൾ ആക്കുന്നത്. അവിടെ ഏതാണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയാൻ സാധിച്ചു, ഇപ്പൊ 100-400 പേര് കാണുമായിരിക്കും. ഞാൻ കുറച്ച് നാളായി ഇപ്പൊ അങ്ങോട്ട് പോയിട്ട്. അതിനു മുമ്പ് ഞാൻ ഒരു ജോർജ് കണ്ണംപ്ലാക്കൽ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അദ്ദേഹം നിരസിക്കത്തില്ല. പക്ഷെ അവിടെ സ്ഥലപരിമിതിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അനേകം പേരെ അവിടെ കൊണ്ടുപോകാനായിട്ട്, സ്ത്രീകളെയൊക്കെ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെയാണ് സ്ത്രീകൾ ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാനായിട്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരെയും കൂടെ കൂട്ടും. പിന്നെ ഞാൻ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഒത്താശയോട് കൂടിയാണ്. അപ്പൊ അവരോട് അറിയിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ബ്ലഡ് കൊടുക്കാനായിട്ട് ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളതാണ്. എനി ടൈം ബ്ലഡിന് ആവശ്യം വരും. അപ്പൊ നമ്മുടെ കയ്യിൽ അനേകം നമ്പറുകൾ ഉണ്ടായിരുന്നു. പിന്നെ വേറെ നമ്പറുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒക്കെ ഞാൻ ഏതാണ്ട് 24 പ്രാവശ്യത്തോളം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. എ പോസിറ്റീവ് ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. 24 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനി ടൈമിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതിനോട് നല്ലൊരു ഹരവായി. അതെ, അച്ഛനൊരു പോയിന്റ് ആണ്. ഏത് ആവശ്യം വന്നാലും അച്ഛനൊരു ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ സമയത്തൊക്കെ അച്ഛൻ എത്ര വയസ്സ് പ്രായം കാണും ശരിക്കും പറഞ്ഞാൽ? കല്യാണം കഴിഞ്ഞിരുന്നു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വൈദിക പദവിയിലേക്ക് വരുന്നത്. അന്നേരമൊക്കെ ഈ സമയത്തൊക്കെ വൈദികനായിരുന്നു? അല്ല സാധാരണക്കാരനായിട്ട് എക്സ്റേ ടെക്നീഷ്യൻ തന്നെയാണ്. അതെ. അച്ഛൻ ഇതുപോലെ ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ മെഷീനെ കയറ്റാനും പ്രയാസം വരത്തില്ല? അല്ല, അത് പ്രയാസമില്ല. അതെന്നാന്ന് ചോദിച്ചാൽ അതൊരു നമുക്ക് ഒരു മെത്തേഡാണ്. അടിയിലൊരു ചെറിയൊരു ഷീറ്റ് ഞങ്ങൾ ഇടും. എന്നിട്ട് ഞാൻ വേറെ 2 പേരെയും കൂടെ കൂട്ടും. നല്ല ഷീറ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഷീറ്റിൽ പിടിച്ച് സെക്യൂരിറ്റികളെയും കൂടെ കൂട്ടി നമ്മള് ചെയ്തുകൊണ്ടിരുന്നു. റേഡിയേഷന്റെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ആകുലതകളോ? റേഡിയേഷന്റെ ആകുലത പലതും ആദ്യമൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയാമോ, നമ്മൾ ഓരോ പേഷ്യൻസിന്റെ പ്രയാസം കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം അങ്ങ് മറന്നു പോകും. ഒരു ആക്സിഡന്റ് പേഷ്യന്റ് വന്ന സാധാരണ ഞങ്ങൾ ലെഡ് ഏപ്രൻ ഇട്ടിട്ടാണ് പിന്നെ എടുക്കാറുള്ളത്. പിന്നെ ചിലപ്പോൾ ഒരു കുഞ്ഞിന് എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കും
വരുന്നത്. കുഞ്ഞിന്റെ കൂടെ ആരും കാണുന്നില്ല, അമ്മമാര് മാത്രമേ അവിടെ. ഞാനാ കൈ പിടിച്ചു കൊടുക്കുന്നത്, ഞാൻ തന്നെ പിടിച്ചു കൊടുക്കും, അവരോട് മാറി ഇന്നോളാൻ പറയും. അങ്ങനെ അനേകം പേഷ്യന്റ്, കാരണം നമുക്കറിയാം, നമുക്ക് ഏതായാലും ഞാൻ ഇതിനകത്ത് നിയോഗിക്കപ്പെട്ടവനാ, അപ്പൊ അവരെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പലർക്കും എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് ചില കേസുകളുണ്ട്, MCU, അതുപോലെ തന്നെ ചില സ്പെഷ്യൽ കേസുകളുണ്ട്, യൂറിത്രോഗ്രാം അതുപോലുള്ള കേസുകൾ. അതൊക്കെ ചെയ്യുമ്പം പെന്നീസിലൂടെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യേണ്ടതാണ്. അത് റേഡിയോളജിസ്റ്റോ ഡോക്ടറോടോ വേണം. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾ നേരത്തെ പ്രിപ്പയർഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഗൗൺ ഇടും. അല്ലാത്ത സമയം പിന്നെ ഒരു ആക്സിഡന്റ് പേഷ്യന്റ് വന്നാൽ നമ്മൾ ഗൗൺ എടുക്കാൻ പോകാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതൊക്കെ മറന്നു പോകും. ഈ സമയത്തൊക്കെ കുടുംബത്തിന്റെ ഒരു ആകുലതകളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നും ഒരു മനസ്സിൽ ഒരു ചിന്ത അങ്ങനെ വന്നിട്ടില്ല എനിക്ക്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും അവിടെ വർക്ക് ചെയ്യായിരുന്നല്ലോ. ആ സമയത്ത് ഇങ്ങനെ പാവപ്പെട്ടവർ വരുന്നവരെ അവിടെ ഞങ്ങൾക്ക് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പം പലരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനില്ലാതെ വരുമ്പോൾ സാധാരണ ഒരു മാസത്തെ ശമ്പളം കിട്ടുന്ന ഞാൻ പിന്നെ അങ്ങോട്ടാ കൊടുക്കല്ലേ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് ഉണ്ട്, അവിടെ വന്ന് കഴിച്ചോളാൻ പറയും. ആര് വന്നാലും ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ സൈഡിൽ തന്നെയായിരുന്നു ക്യാൻറ്റീൻ. ആര് വന്നാലും ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ചില മാസം നോക്കുമ്പോൾ നമ്മുടെ സാലറിയെക്കാട്ടി കൂടുതൽ അവിടെ കൊടുക്കാനുണ്ടാവും. ഒന്നും അവർക്ക് സന്തോഷമായിരുന്നു. ഞാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഓണർമാർക്ക് വലിയ കാര്യമായിരുന്നു. മാതാപിതാക്കള് സാധാരണ അവര്, എനിക്ക് തോന്നുന്നത് എന്റെ ഫാദർ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹവും ആദ്യം ഒരു പൊതു മേഖലാ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം അന്നത്തെ കാലത്ത് SLC പാസ്സായതാണ്. ഇപ്പൊ ഏതാണ്ട് 77 വയസ്സ് മിച്ചമുണ്ട്. SLC പാസ്സായ ആളാണ്. അപ്പൊ അന്ന് പഞ്ചായത്തിൽ ഒരു ജോലിയൊക്കെ കിട്ടേണ്ടതായിരുന്നു. പുള്ളി ഒരു ചെറിയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അന്നത്തെ കാലത്ത് നിന്നിരുന്ന ആളാണ്. അപ്പൊ അന്ന് പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരാൾക്ക് ജോലി ലഭിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പക്ഷെ വലിയൊരു ജോലിയായിട്ട് ശമ്പളമില്ലാത്തൊരു ജോലിയാണ് പള്ളിയിലെ സൺഡേ സ്കൂൾ. ഏതാണ്ട് 55 വർഷം സൺഡേ സ്കൂൾ പഠിപ്പിക്കുക, അതിന്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടിരിക്കുകയും ഞങ്ങളുടെ പരിശുദ്ധ ബാബാ തിരുമേനിയോട് വലിയ പുരസ്കാരമൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് പുതുപ്പള്ളിയിൽ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്തു. 55 വർഷം നീണ്ടു തന്നെ. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്കും പിന്നെ ഇങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നോണ്ട് നമ്മളെ കൂടുതലായിട്ട് കാര്യം ഒന്നും പ്രയാസപ്പെടുത്തിട്ടില്ല. ഈ സമയത്തൊന്നും പിന്നെ അമേരിക്കയോ അല്ലെങ്കിൽ യാതൊരു ഇതുമില്ല. ഞാൻ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് പിന്നീട് വന്നിട്ട് ആശ്രമത്തിലായല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ സഭയായിട്ട്, ഓർത്തഡോക്സ് സഭയായിട്ട് ബന്ധപ്പെട്ട് അവിടെ അടുത്തൊരു പള്ളിയിൽ പോവായിരുന്നു. അപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ ഒരു 3 വർഷം രാവിലെ ഞായറാഴ്ച രാവിലെ കൃത്യമായിട്ട് ശനിയാഴ്ച വൈകിട്ടും പള്ളിയിൽ പോകും. അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് ചില ദിവസം പള്ളിയിൽ ചെന്നാണ് ഞാൻ അവിടെ കിടക്കാറുണ്ടായിരുന്നത്. ചെറിയാൻ ചക്കാലക്കൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ എന്നോട് അവിടുന്ന് മാറുന്ന അവസരത്തിൽ എന്നോട് ചോദിച്ചു, ജിജോയ്ക്ക് ഞാൻ എന്തായാലും ചെയ്തു തരണമെന്ന് ചോദിച്ചു. ഞാൻ ഇവിടുന്ന് മാറുക, സാധാരണ 3 വർഷം കൂടുമ്പോഴാണ്. ഞാൻ പറഞ്ഞു അവിടെ എന്നാൽ ശുശ്രൂഷക്കാരനായിട്ട് പുള്ളി നിന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്നേരൊരു ഒരു ശുശ്രൂഷക്കാരനുണ്ട്, അപ്പൊ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് എനിക്കൊരു പണി വേണ്ട. പണിയായിട്ടല്ല, ഒരു പണി എന്നല്ല പറയുന്നത്, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ട് എനിക്ക് ശുശ്രൂഷക്കാരനാവണ്ട എന്ന് പറഞ്ഞു. അപ്പം കാരണം ശുശ്രൂഷക്കാരനായ ഒരു ഗുണമുണ്ട്, അവിടെ താമസിക്കാൻ സൗകര്യം കിട്ടും, ഒരു എക്സ്ട്രാ ഒരു ശമ്പളം കിട്ടും, ഇതെല്ലാം കിട്ടും. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ സഭയുടെ ഏതെങ്കിലും പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് പ്രവർത്തിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അട്ടപ്പാടിയിലൊരു ആശ്രമമുണ്ട്, അവിടെ പോയി 5-6 മാസം അവിടെ നമുക്കൊരു ഹോസ്പിറ്റലൊക്കെ, ആ ഹോസ്പിറ്റലിന് എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തുടങ്ങണ പ്രത്യേകം പെർമിഷൻ വേണം. അന്ന് എനിക്ക് അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്ന ഒരു ഡോക്ടർ എനിക്ക് നല്ല പരിചയമായിരുന്നു. അദ്ദേഹം കോഴിക്കോട് കാലിക്കറ്റ് ബേസ് ചെയ്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. ഞാനായിരുന്നുകൊണ്ട് എന്നെ വലിയ താല്പര്യമായിരുന്നു അന്ന്. ഞാനായിരുന്നുകൊണ്ട് അങ്ങനെ ആ എക്സ്റേ ഹോസ്പിറ്റലിന് വേണ്ടി എക്സ്റേ ഡിപ്പാർട്ട്മെന്റിന് സാങ്ഷനൊക്കെ കിട്ടി. അവിടെ കുറച്ച് നാൾ നിന്ന് പിന്നെ തടാകത്തിലേക്ക് പോവുക ചെയ്തത്. ഈ അട്ടപ്പാടിയിൽ ജോലി സമയത്ത് കുടുംബത്തെ എവിടെ ആക്കിയത്? അത് വീട്ടിലായിരുന്നു. നെടുകുന്നല്ല, കാനം എന്ന് പറഞ്ഞ ഇടയിരിക്കപ്പഴിക്കാട്. അവർക്ക് യാതൊരു പരിഭവമോ കാര്യങ്ങളോ ഒന്നുമില്ല. നേഴ്സായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് ജോലി ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങള് പിന്നെ അത് കഴിഞ്ഞ് തടാക ആശ്രമത്തിൽ അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് മണ്ണാർക്കാട് തെങ്കര. ഇപ്പം അവിടെ തെങ്കരയില്ല, ഏതാണ്ട് 25 വർഷമായി
തെങ്കര ഈ തടാകവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും 25 വർഷം. തടാകം എന്നുള്ള പേര് അതെന്താണ് ആക്ച്വലി ആശ്രമം എവിടെയാണ് തടാകം ശരിക്കും കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റില് ആനകട്ടി കഴിഞ്ഞ് ഉള്ളിലെന്ന് പറയാൻ പറ്റിയല്ല, പിന്നെ കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് പിന്നെ അട്ടപ്പാടി പോകുന്ന റൂട്ടില് ഒരു 13 കിലോമീറ്റർ വന്നു കഴിഞ്ഞു. അങ്ങനെ വലിയ കെട്ടിടം അല്ല, എന്നാലും അനാഥരെ പാർപ്പിക്കുക എന്നുള്ളതല്ല, ഞങ്ങൾ അനേകം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ച് അവർക്ക് ജോലി പഠിപ്പിച്ച് ഇത് ചെയ്യുമായിരുന്നു. അതിന്റെ എന്തോ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തോ അവർക്ക് അക്കോമഡേഷനും ഉണ്ട്. ഇപ്പൊ കുറച്ച് കുഞ്ഞുങ്ങളെ അവിടെ പഠിക്കുന്നുണ്ട്. നേരത്തെ അന്ന് ഒരു റമ്പാച്ചനായിരുന്നു ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്, യാക്കൂ റമ്പാച്ചൻ. അതിന് 100 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. 1936 സ്ഥാപിച്ചതാണ്. 100 വർഷമായി. 85 വർഷം. ഇപ്പൊ ഈ 2025 ആയല്ലോ. 75. അപ്പൊ ഞാൻ അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് തെങ്കരയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ അട്ടപ്പാടി ട്രൈബൽസിന്റെ ഇടയിലും അതുപോലെ തെങ്കര പ്രദേശത്തും വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളാണ്. ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഏതാണ്ട് 15 വർഷം കണ്ടിന്യൂസ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അവർക്ക് പേഷ്യൻസിനും ബൈസ്റ്റാൻഡറിനും നമ്മൾ ഭക്ഷണം കൊടുക്കുക. ഇപ്പൊ ഇടയ്ക്ക് കുറച്ചായിട്ട് ചില സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. അത് തുടർന്ന് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് അച്ഛൻ ഈ എക്സ്റേയുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തോ കംപ്ലീറ്റ്? ഇപ്പൊ എക്സ്റേയുടെ ഈ വൈദികനായ ശേഷം ഇപ്പം ഫീൽഡിൽ നിന്ന് മാറിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 25 വർഷമായി. 25 വർഷമായി. പക്ഷെ എങ്കിലിപ്പോഴും അച്ഛൻ നല്ല ഓർമ്മയാണ്. എല്ലാം നല്ല ഓർമ്മയാണ്. അച്ഛൻ ആ ജോലി വിട്ടതിന്റെ എന്തെങ്കിലും പ്രയാസം അച്ഛനുണ്ടോ? ജോലി വിട്ടതിന്റെ പ്രയാസം ഉണ്ടോന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ പിന്നെ ഒരു കണക്ക് പറഞ്ഞാൽ പൈസയായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ കോവിഡ് മെഡിക്കലിൽ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഒരു 10-75,000 രൂപ മേളില് അവിടുത്തെ സാലറി കിട്ടുമായിരുന്നു. ആകുമായിരുന്നു. പിന്നെ എനിക്ക് വേറെ പല ഗുണങ്ങളും അന്നുണ്ടാവാം. ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് വരെ, ടെക്നീഷ്യൻസിന്റെ ഹെഡ് വരെ ആകാമായിരുന്നു. പിന്നെ പക്ഷെ അതിലൊക്കെ ഉപരി പിന്നെ ഞാൻ അവിടെ അതിനെക്കാട്ടിലുപരി ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ കമ്മിറ്റഡ് ആയി പോയത് ഞാൻ അവിടെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അല്ല, പാലക്കാട് മണ്ണാർക്കാട് അവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള ഞാൻ അവിടെ ഇപ്പൊ നമ്മൾ നെൽകൃഷി എന്നൊക്കെ പറഞ്ഞാൽ വളരെ അന്യം നിന്ന് പോയൊരു സംഭവമല്ലേ. ഞാനൊരു 2 വർഷം മുമ്പ് ഒരു 2 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ നെൽകൃഷി ചെയ്തു. 2 വർഷത്തിന് മുമ്പല്ല, ഒരു 4-5 വർഷത്തിന് മുമ്പ് ഒരു 2 ഏക്കർ പാടം എടുത്ത് നെൽകൃഷി ചെയ്തു. അന്ന് പിന്നെ കർഷകരുമായിട്ടെല്ലാം നല്ലൊരു ബന്ധമുണ്ടായി. കർഷകർക്ക് വേണ്ടി പല കാര്യങ്ങളും അന്നോട്ട് എനിക്ക് പ്രവർത്തിക്കാൻ എനിക്ക് ഇപ്പൊ സഹായിക്കുന്നുണ്ട്. തെങ്കര കർഷകരുമായിട്ട് ചേർന്ന് അവിടുത്തെ ഒരു കമ്മിറ്റിയിലൊക്കെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്നതായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പല ക്യാമ്പയിനുകളും അതുപോലെ തന്നെ അവരുടേതായ പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് അവിടെയൊക്കെ ഇപ്പോഴും നമ്മുടെ കോട്ടയം സൈഡിലെ പോലെ അല്ല. വെള്ളമൊക്കെ ആണെങ്കിലും മലമ്പുഴ വെള്ളവും കാഞ്ഞിരപ്പുഴ ഡാമിലെ വെള്ളമൊക്കെയാണ്. അപ്പൊ കനാലിൽ കൂടെ വെള്ളം കൊണ്ടുവരണം. ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. അവിടെ നാട്ടുകാരൊക്കെ ചേർന്നാണ് ഈ കനാലുകളൊക്കെ വൃത്തിയാക്കി വെള്ളം കൊണ്ടുവരിക. അപ്പം പല കാര്യങ്ങളും ഇവരുമായിട്ട് ഇടപെട്ട് നമ്മള് അവിടെയുള്ള സമയത്ത് ഫുൾ ഇൻവോൾവ്മെന്റ് ആണ്. എപ്പോഴും നമ്മള് ചോദിക്കും, അല്ല എന്നോട് വിളിച്ചു പറയാം. അപ്പൊ അത് വളരെ സന്തോഷമാണ്. എന്നെ വിളിക്കും. ഞാനൊരു വൈദികനാ, പക്ഷെ എന്നെ ഒരാൾ വിളിക്കും, അച്ഛാ ഞങ്ങളുടെ പാടത്ത് വെള്ളമില്ല. അപ്പോൾ ഉടനെ ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായിട്ടോ സംസാരിക്കും. അവര് പിന്നെ അതിന്റെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ എനിക്കോട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു സന്തോഷവും ഒരു സംതൃപ്തിയാണ്. പിന്നെ ഇപ്പൊ കർഷകരുടെ കാര്യം പറഞ്ഞു, എക്സ്റേ കഴിഞ്ഞപ്പോ കർഷകരുമായിട്ട് ഇടപെടും. അച്ഛനെ മനസ്സിലാക്കിയ കർഷകരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? കാലാവസ്ഥ മാറ്റി നിർത്തിയാൽ. കാലാവസ്ഥ മാറ്റി നിർത്തി ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ പാലക്കാട് മേഖലയിലെ തെങ്കരയെ പറ്റി പറയുകയാണ്, കാർഷിക മേഖലയിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം. പന്നി, അതുപോലെ തന്നെ ആന, അതുപോലെ തന്നെ പുലി,
പുലി ഇപ്പൊ ഞങ്ങളുടെ ആശ്രമത്തിന്റെ അടുത്ത് ഒരു കിലോമീറ്ററിന്റെ അടുത്ത് വന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അവിടെ തൊട്ടടുത്ത് വന്ന അതിന്റെ അടുത്തുണ്ട് പിന്നെ അത് നമ്മുടെ മലമ്പുഴയിലെ വനമാണല്ലോ. മലമ്പുഴ അട്ടപ്പാടി അട്ടപ്പാടി അതൊരു ബെൽറ്റ് ആണല്ലോ. ഒരു ബെൽറ്റ് അങ്ങനെ. പക്ഷെ ഈ പന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൃഷി ചെയ്താലും അതൊരു മിനിറ്റ് കൊണ്ട് കുത്തിമറിച്ച് നശിപ്പിച്ച് കളയും. ഈ കർഷകര് കൂടുതലും പ്രത്യേകിച്ച് നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഇവിടെയുള്ളവർ വളരെ കഷ്ടപ്പെട്ട് അവർ തന്നെ സ്വന്തമായിട്ട് രാവിലെ എഴുന്നേറ്റ് നേരം വെളുത്ത് ഇത് ചെയ്യുകയും കയ്യിൽ നിന്ന് കടമെടുത്ത് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരു 300, 400, 500 അല്ലെങ്കിൽ 1000, 2000 വാഴ ഉണ്ടെങ്കിൽ ഇവർ ഒരു ദിവസം കൊണ്ട് 10, 300, 200 വാഴ കുത്തി നശിപ്പിച്ച് അതിനെക്കാട്ടി പ്രയാസം ഇതെല്ലാം കൊലയ്ക്കാറായി കഴിഞ്ഞ് വിളവെടുക്കാറാവുമ്പോ ഇത് കുത്തിക്കളയും. അതൊക്കെ ആത്മഹത്യ എന്ന് പറയുന്ന അച്ഛന്റെ പ്രസക്തി അതൊരു കൃഷിയുടെ ഒരു ഭാഗമാണോ ഈ കർഷകർ ആത്മഹത്യ ചെയ്തു പോകുന്നത്? അതോ വേറെ സൊസൈറ്റിയിലെ വേറെ ഇഷ്യൂസ് ആണ്? അല്ല, ഒരു എനിക്ക് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ചിലപ്പോൾ ഈ മനുഷ്യന് ഒരു വലിയ പ്രയാസങ്ങൾ വരുമ്പോഴാണല്ലോ ഒരു ജീവിക്കാൻ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു തോന്നല് വരാം. പക്ഷെ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണ് നമ്മൾ പലരും ശ്രമിക്കേണ്ടത്. പക്ഷെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ കടം വന്നു കഴിഞ്ഞാൽ ഇനി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിലൊരു ദൈവിക സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. കാരണം മതമോ ജാതിയോ ഒന്നും അല്ല, ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവർ മറ്റുള്ളവരെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരവരുടെ മറ്റുള്ളവരുടെ കാര്യത്തോടെ ചിലപ്പോൾ അവരുടെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ ഭാര്യമാരുണ്ടാവും, അല്ല അവരുടെ മാതാപിതാക്കന്മാരുണ്ടാവും. അവരെ ഒന്നും നോക്കുന്നില്ല. ഇവര് ഈ ഒരു മരണം കൊണ്ട് മാത്രം ഒന്നിനും ഒരു കാര്യമല്ല. അല്ല അതുകൊണ്ടൊരു തീർപ്പാകുന്നില്ല. ഒരാൾ മരിച്ചുകൊണ്ട് ഒന്നിനും തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല. അത് അവർ മനസ്സിലാക്കുന്നില്ല. സേവിങ്സിന്റെ ഒരു അപാകത അല്ലെ കുറവ് തോന്നുന്നുണ്ടോ? അവര് കിട്ടുന്ന പൈസയിലെ ചെറിയ ഭാഗം സേവ് ചെയ്യാനുള്ള ഒരു ബാങ്കിങ്ങിന്റെ ഒരു നോളജ് കുറവ് കൊണ്ട് സംഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതും ഒരു പരിധി വരെ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നമുക്ക് അവിടെ 800 രൂപ കിട്ടിയാല്, പക്ഷെ അത് നിത്യ ചെലവിന് പല കാര്യങ്ങളുണ്ട്. പക്ഷെ സേവ് ചെയ്യാൻ ഉണ്ടാവത്തില്ല. പക്ഷെ സേവിങ്ങിന്റെ അതിൽ നിന്ന് ജോലി ചെയ്ത് അത് ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. കിട്ടുന്നതിന് സേവ് ചെയ്ത് വെക്കുന്ന ഏറ്റവും നല്ലൊരു രീതിയാണ്. അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ 800 രൂപ കിട്ടിയുള്ള ഒരാള് അത് നമ്മൾ ചെലവാക്കുന്ന ഒരു പരിധി വെക്കുക, എന്നിട്ട് അത് ഇത്ര രൂപയെ ചെലവാക്കുള്ളൂ, ബാക്കി സേവിങ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് ചെലവാക്കുക എന്നുള്ള ഒരു ചിന്ത അവരുടെ കയ്യിലില്ല. ഇല്ല. അച്ഛൻ എത്ര വർഷം അപ്പൊ ഇപ്പൊ പാലക്കാടായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു? പാലക്കാടായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 35 വർഷമായി. 35 വർഷം അച്ഛന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം. ഇപ്പൊ 50 കഴിഞ്ഞു. ഇനി മുന്നോട്ട് ചോദിച്ചാൽ അച്ഛൻ ഇപ്പൊ അമേരിക്കയിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. അതെ. ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്താണ്? അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ പറ്റി ഒന്ന് സംസാരിക്കാം. ഞാനിവിടെ വരാനുള്ള സാഹചര്യം, ഒന്നാമത്തെ കാര്യം നമുക്കത് അടുത്തായി പറയാതെ